നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാകുന്ന നേതാക്കളുടെ നാളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന നായകരുടെ നാളെ പങ്ക്തിയിൽ ഇന്ന് രമേശ് ചെന്നിത്തല. ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഒരു നേതാവിൻ്റെ ഭാവിയെ എങ്ങനെ മാറ്റിമറിക്കാമെന്നതിൻ്റെ ഏറ്റവും സമീപകാലത്തെ ഉദാഹരണമാണ് രമേശ് ചെന്നിത്തല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഒന്നുകൊണ്ട് മാത്രം രാഷ്ട്രീയ ഗ്രാഫ് കുത്തനെ ഇടിഞ്ഞു വീണ നേതാവാണ് രമേശ് ചെന്നിത്തല. മാറി മാറി ഇടതു വലതു മുന്നണികളെ തെരഞ്ഞെടുക്കുക എന്ന കേരള പതിവ് തെറ്റിയിരുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയാവേണ്ട നേതാവാണ്. ഒപ്പം പ്രതിപക്ഷ നേതൃസ്ഥാനം കൂടിയാണ് കഴിഞ്ഞ തവണ ചെന്നിത്തലയ്ക്ക് നഷ്ടമായത്. ഇക്കുറി ജയിച്ചാലും മുഖ്യമന്ത്രി സാധ്യതയുണ്ട്, പക്ഷേ ഉറപ്പിക്കാനാവില്ല. ഇക്കുറി കിട്ടിയില്ലെങ്കിൽ അടുത്ത ഒരു അവസരത്തിനായി കാത്തിരിക്കേണ്ടിയും വരും. പലതവണ നഷ്ടമായ മുഖ്യമന്ത്രി സ്ഥാനം 82-ാം വയസ്സിൽ പിടിച്ചെടുത്ത VS അച്യുതാനന്ദൻ്റെ ചരിത്രം വെച്ച് നോക്കിയാൽ 69-കാരനായ രമേശിന് ഇനിയും സമയവും കാലവും ഉണ്ടെന്ന് വേണമെങ്കിൽ വിലയിരുത്താം. 40 വർഷം മുമ്പ് 1986-ൽ കെ കരുണാകരൻ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല മന്ത്രിയാവുമ്പോൾ പ്രായം 30 വയസ്സ് മാത്രമാണ്. പിന്നീട് വീണ്ടും മന്ത്രിയാവാൻ 28 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 2014-ൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായി. പക്ഷേ ഇതിനിടയിലും രമേശ് ചെന്നിത്തല എന്ന നേതാവിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് മേലേക്കു തന്നെയായിരുന്നു. 6 തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചു, 4 തവണ ജയിച്ചു. നിയമസഭയിലേക്കുള്ള 5 മത്സരങ്ങളിലും ജയിച്ചു. ഇതിനിടയിൽ 9 വർഷം KPCCയുടെ അധ്യക്ഷനായി. കെ കരുണാകരൻ യുഗം അസ്തമിച്ചതോടെ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നീ 2 അച്ചുതണ്ടുകളെ ചുറ്റിയായിരുന്നു കേരളത്തിലെ കോൺഗ്രസിൻ്റെ കറങ്ങൽ. KC വേണുഗോപാലും VD സതീശനും പാർട്ടിയിൽ കരുത്തരാകുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ അടുത്ത നേതാവ് രമേശ് തന്നെയായിരുന്നു. കേന്ദ്രത്തിലെയും പിന്നീട് കേരളത്തിലെയും കോൺഗ്രസിൻ്റെ തുടർ തോൽവികളാണ് രമേശ് ചെന്നിത്തലയെ 1-ാം നമ്പർ നേതാവ് എന്ന നിലയിൽ നിന്നും 1-ാം നിര നേതാക്കളുടെ കൂട്ടത്തിൽ ഒരാൾ എന്ന നിലയിലേക്ക് മാറ്റിയത്. പല കാരണങ്ങളാൽ കോൺഗ്രസിന് ഏറ്റവും അനുയോജ്യനായ നേതാവാണ് രമേശ് ചെന്നിത്തല. സമുദായ നേതാക്കളുടെയും ആയാലും പാർട്ടിയുടെ അകത്തായാലും പുറത്തായാലും എതിരാളികളെയൊക്കെ നയതന്ത്രവും അടവ് സമീപനവും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ ഗുരുവായ കെ കരുണാകരൻ്റെ കുശാഗ്രബുദ്ധിയുടെ ഒരു തുടർച്ച രമേശിലുണ്ട്. ഇപ്പോഴും പഴയ കോൺഗ്രസ് ശൈലി പിന്തുടരുന്നയാളാണ്. പക്ഷേ ഈ ശൈലി പുതിയ കാലത്തിൽ എത്രത്തോളം യോജിക്കുമെന്ന മറുചോദ്യവും പ്രസക്തമാണ്. നിയമസഭാ പ്രകടനം വിലയിരുത്തിയാൽ കേരള ചരിത്രത്തിൽ കോൺഗ്രസിൽ നിന്നുള്ള ഏറ്റവും കരുത്തനായ പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ്. കെ കരുണാകരനും AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള കോൺഗ്രസ് പ്രതിപക്ഷ നേതാക്കളൊക്കെ ഭരണപക്ഷത്തെ പരമാവധി വെറുതെ വിടുക എന്നതിനപ്പുറത്തേക്ക് ഒരു പതിഞ്ഞ ശീലം വിട്ട് പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഭരണപക്ഷത്തെ നിരന്തരം കടന്നാക്രമിക്കുന്ന ശൈലിയായിരുന്നു രമേശിൻ്റേത്. ശക്തമായ എതിർപ്പുയർത്തി സർക്കാരിനെ പല പദ്ധതികളിൽ നിന്നും തീരുമാനങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് രമേശ്. പക്ഷേ മുന്നണിക്ക് വിജയമുറപ്പാക്കാൻ കഴിയാതെ വന്നതോടെ ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വരകളായി മാറി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നിലുള്ള സാധ്യതകൾ ഏതെല്ലാമാണ്? സാധ്യത 1, UDF ജയിച്ചാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവുന്നു. UDF ജയിക്കുന്നു, കോൺഗ്രസ് MLA-മാരിൽ ഭൂരിപക്ഷവും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നു, കേരള മുഖ്യമന്ത്രിയാവുന്നു. ചെന്നിത്തലയുടെ ഏറ്റവും വലിയ ആഗ്രഹവും ഇതുതന്നെയാവും. ഒരാളുടെ ഉള്ളിലെ ആഗ്രഹം എന്താണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല. പക്ഷേ തൽക്കാലം മറിച്ചൊന്ന് ചിന്തിക്കാൻ വഴിയില്ല. ഇത് നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനുമാവില്ല. ജയിച്ചു വരുന്നവർ ആരൊക്കെ എന്നത് മുതൽ KC വേണുഗോപാലിൻ്റെ നിലപാടും ഇതിൽ ഏറ്റവും നിർണായകമാകും. പഴയ AI ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറിയ കാലത്ത് മിക്ക MLA-മാരും ഒരു നേതാവിൻ്റെ ഒപ്പം മാത്രം നിൽക്കുന്നവരല്ല, ഒന്നിലധികം നേതാക്കളുമായി ഒരുപോലെ അടുപ്പവും കൂറും ഒക്കെ സൂക്ഷിക്കുന്നവരാണ്. അവരുടെയൊക്കെ നിലപാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിർണായകമാകും. ഉറച്ച ഒരു നേതാവിനെ മാത്രം പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതിന് രമേശ് ചെന്നിത്തലയുടെ ആയാലും മറ്റു നേതാക്കളുടെ ഒക്കെ ആയാലും വിഷയമെടുത്താൽ അങ്ങനെ തന്നെയാണ്. ഇവരുടെ ഈ നിലപാടാവും രമേശ് ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി മോഹം വിടരുമോ അതോ കൊഴിയുമോ എന്നൊക്കെ തീരുമാനിക്കുക. ഇനി സാധ്യത 2, UDF ജയിച്ചാലും മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാതിരിക്കുക. ഇതിനുള്ള സാധ്യതയാണ് നിലവിൽ കൂടുതലുള്ളത്. വമ്പൻ വിജയമാണ് UDFന് ലഭിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും 1-ാമത്തെ ക്രെഡിറ്റ് പ്രതിപക്ഷ നേതാവ് VD സതീശന് തന്നെയാവും. മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിലും മന്ത്രിസ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കുമെന്നത് ഉറപ്പാണ്. ആഭ്യന്തരമോ ധനമോ പോലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ഉറപ്പിക്കാനുള്ള കരുത്ത് ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട്. ഭരണം കിട്ടിയാൽ കോൺഗ്രസ് നേരിടാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി സമുദായ സമവാക്യമാകും. രമേശിന് മുന്നിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയും ഇതുതന്നെയാവും.
മന്ത്രിസാധ്യത കൽപ്പിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള നേതാക്കൾ വി ഡി സതീശനായാലും രമേശ് ചെന്നിത്തല, മന്ത്രിയാവാൻ സാധ്യതയ്ക്കുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ മുരളീധരൻ, പി സി വിശ്വനാഥ് തുടങ്ങി നായർ വിഭാഗത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇങ്ങനെ കോൺഗ്രസിൽ നിരന്നു നിൽക്കുകയാണ്. മന്ത്രിസ്ഥാനവും പ്രധാന വകുപ്പുകളും എല്ലാം കൂടി ഈ നേതാക്കൾക്ക് നൽകിയാൽ ഒരേ വിഭാഗത്തിന് തന്നെ എല്ലാ വകുപ്പുകളും മന്ത്രിസ്ഥാനവും നൽകുന്നു എന്നുള്ള വലിയ ആക്ഷേപം കൂടി നേരിടേണ്ടി വരും. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് വകുപ്പ് കിട്ടുന്നതിനുമൊക്കെ ഒരു പ്രധാന തടസ്സമായി ഇത് മുന്നിലുണ്ട്. എന്നാൽ ഇതെങ്ങനെ പരിഹരിക്കുമെന്നുള്ള ഈ വിഷയം എങ്ങനെയാണ് പാർട്ടി പരിഹരിക്കുമെന്നതിനെ ആശ്രയിച്ചു കൂടിയാണ് രമേശ് ചെന്നിത്തലയുടെ മന്ത്രി സാധ്യതയിൽ ഏത് വകുപ്പായിരിക്കും അദ്ദേഹത്തിന് കിട്ടുന്ന. ആഭ്യന്തരം പോലെ ഒരു പ്രധാന വകുപ്പ് കിട്ടുമോ എന്നതൊക്കെ അറിയാൻ. മറ്റൊന്ന് സാധ്യത 3, അത് UDFിൻ്റെ പരാജയമാണ്. ഇക്കുറിയും UDFിന് വിജയിക്കാനായില്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഇനി ഹരിപ്പാട് ജയിച്ചാലും അതിൻ്റെ പഴിയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനാവില്ല. ഒന്നാം പ്രതിയായി വി ഡി സതീശനെ നിർത്താൻ ചിലപ്പോൾ ആയേക്കാം. പക്ഷേ ഹൈക്കമാൻഡിൻ്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും മുന്നിൽ കൂട്ടുപ്രതിസ്ഥാനത്ത് രമേശ് ചെന്നിത്തലയും ഉണ്ടാവും. അതിൽ നിന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കാനാവില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം തിരിച്ചുപിടിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അതിലും ഒരു ഉറപ്പുമില്ല. MLA-മാരിൽ ഭൂരിപക്ഷ പിന്തുണ കിട്ടിയാലും പ്രതിപക്ഷ നേതൃപദവി ലഭിക്കാനുള്ള സാധ്യത ചിലപ്പോൾ അങ്ങനെ തന്നെ ലഭിക്കണമെന്നില്ല. പുതിയ തലമുറയിൽ നിന്ന് ഒരാൾ ചിലപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാനും ഒക്കെ സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, പാർട്ടിയിൽ ഒരു തലമുറ മാറ്റം പൂർണ്ണമായും ഉണ്ടാകും. പുതിയ തലമുറ കോൺഗ്രസിൽ പിടിമുറുക്കും. അവരുടെ ശൈലിയും രീതിയും വ്യത്യസ്തമാകും. അവിടെ എത്രത്തോളം പിടിച്ചു നിന്ന് സ്വന്തം സ്ഥാനം ഉറപ്പിക്കാനാകുമെന്നത് രമേശ് ചെന്നിത്തലയുടെ മുന്നിലെ ഭാവിയിലേക്കുള്ള ഒരു വലിയ വെല്ലുവിളിയുമാകും. ഈ 3 സാധ്യതകളുമാണ് പ്രധാനമായും രമേശ് ചെന്നിത്തല എന്ന കോൺഗ്രസ് നേതാവിന് മുന്നിൽ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ ഏതു സാധ്യതയാവും നടപ്പാകാൻ പോകുന്നതെന്ന് ഫലം കഴിഞ്ഞും ചിലപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രമേ നമുക്ക് രമേശിൻ്റെ വിഷയത്തിൽ പൂർണ്ണമായും പറയാൻ കഴിയൂ.